ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തത് ഒന്ന് ജനറൽ സർവീസും എഞ്ചിൻ ഓയിലും വാട്ടർ സർവീസ് ഇത്രയും കേസ് മാത്രമാണ് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ലൈനർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ലൈനർ തീരാനുമുണ്ട്. പക്ഷേ നമുക്കിതിപ്പോൾ കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ്. അത് ഒട്ടുമിക്ക കുറച്ച് പാർട്സുകളൊക്കെ ഇതുമ്പോൾ ഫിറ്റ് ചെയ്തതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നും ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് കമ്പനി പാർട്സ് ഒന്നുമല്ല, കമ്പനി വന്ന ANL എന്ന് പറഞ്ഞാൽ ഇത് സപ്ലൈ കമ്പനിക്ക് ഉണ്ട്, ഹോണ്ടയ്ക്ക് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മെറ്റീരിയലൊക്കെ ഒരുപാട് ക്വാളിറ്റി വേരിയേഷൻ ഉണ്ട്. കാരണം ഹോണ്ടയുടെ നമുക്ക് കൃത്യമായിട്ട് അറിയാതെ നിലവിൽ ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റിൽ വന്ന മോഡൽ ഐറ്റംസ്. പിന്നെ എന്ന് വെച്ചാൽ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. എന്തായാലും മേടിച്ചേക്കാമല്ലേ, നമുക്ക് കുറച്ച് തീരാനുമുണ്ട്. ഉപയോഗിച്ച് മാക്സിമം ആയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ഈ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ വീലിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇവിടെ നമുക്കൊരു ഓയിൽ ലീക്കായിട്ട് കാണുന്നുണ്ട്. കാരണം അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീല് ലീക്കായി തുടങ്ങിയിട്ടുണ്ടോ. ആരംഭമാണ്. ഇപ്പം നിലവിൽ നമുക്കത് മാറ്റിയില്ല വെച്ചാൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഏകദേശം നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച ഓയിലും അതിൻ്റെ ഓയിൽ സീല് കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം നമുക്കൊരു 950 1000 രൂപയോളം നമുക്ക് ചിലവ് തന്നെയുണ്ട്, ലേബർ ചാർജൊക്കെ അടക്കം കേട്ടോ. അപ്പോൾ അത് ആരംഭമാണ്. പരമാവധി നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാർന്നാൽ മതി. കൂടുതലായിട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് അഴിച്ച് മാറ്റിയാലും മതി. ഇനി അതെല്ലാം ക്ലിയറായിട്ട് പോകണം, നാളെ ഒരിക്കൽ കംപ്ലീറ്റ് വരരുതെന്നാണെങ്കിൽ കൈയോടെ നമുക്കത് അഴിച്ച് ചേഞ്ച് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഇതുമേ ഈ കിടക്കുന്ന പാർട്സൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്, ഒറിജിനൽ അല്ല. പക്ഷേ പുതിയതാണ്. അതുകൊണ്ട് തന്നെ എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് തൽക്കാലം റീസെറ്റ് ചെയ്യുക. മാറ്റുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ മാറ്റി ഒറിജിനൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ സീലുകൾ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ സൈഡ് കൂടെ ചെറിയൊരു നനവ് പോലെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയതാണ്. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റാണത്. അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റും ഈ കിടക്കുന്നത് കമ്പനിയൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്, ഒറിജിനൽ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കിക്കറിൻ്റെ കവർ ഒന്ന് അഴിച്ച് നമ്മളതിൻ്റെ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ഇതൊക്കെയാണ് ക്ലച്ചിൽ നമുക്ക് വരുന്നത്. ക്ലച്ചിൽ നമുക്കൊരു മേജറായിട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ജനറൽ സർവീസ് ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അയക്കുന്നത്. നിലവിൽ നമുക്ക് മീറ്ററിൽ 18,000 കിലോമീറ്റർ കാണിക്കണം. 18,000 കിലോമീറ്റർ ഓടിയേക്കുന്നതായിട്ടാണ് വണ്ടി ഒഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും അതിനുള്ള തേമാനൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ യൂണിറ്റിൻ്റെ പെർഫോമൻസൊക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇഞ്ചിൻ്റെ ഹെഡ് പോസ്റ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗവും ചെക്ക് ചെയ്യുമ്പോൾ വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് കുഷൻ അസംബ്ലിയുടെ ബുഷൊക്കെ ഡാമേജാണ്, തേമാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റിയിടണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് വന്നായിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഡയറക്റ്റ് നമ്മുടെ റോട്ടിലെ ആ ഷോക്ക് മൊത്തം, ആ ഷെയ്ക്ക് മൊത്തം പിടിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം കാണിക്കും. തന്നെയല്ല ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷ് പോലെയാണ് അതും ഇരിക്കുക. പിന്നെ ലിങ്കിൻ്റെ ബുഷായാലും നിലവിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ്, ആംകോൻ്റെയാണ് ഇരിക്കുന്നത് കേട്ടോ. SF സോണിക്കിൻ്റെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 12.74 വോൾട്ട് കിട്ടണുണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പഴക്കത്തിലേക്ക് ആയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എൻ്റെ ഒരു പക്ഷേ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓൾറെഡി ബാറ്ററിയുടെ ആണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോയ ബാറ്ററി ആയിട്ടാണ്, അത് ഡാമേജ്, സെൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. എങ്കിൽ കൂടി ചിലപ്പോൾ പെട്ടെന്ന് മാറണമെന്നൊന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ബാറ്ററിയുടെ ആണെന്നുള്ള കേസ്. അതനുസരിച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്പാർക്ക് പ്ലഗ് കൂട്ടത്തേക്കിട്ട് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കിടെയും പ്ലഗ് കൂടിയൊക്കെ മാറ്റിയിടേണ്ടതാണ്. ഇതെല്ലാം ഈ പറഞ്ഞ രീതിയുടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് നമുക്കത് വണ്ടിയുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ മാറ്റി പുതിയതുണ്ട്. കാരണം ഇത് ഫോം ടൈപ്പ് വരാം, ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സാണ്. അത് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മാറ്റിയിടാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷോറൂമിൽ അല്ലാണ്ട് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാർട്സുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഇതിനകത്ത് കയറി വന്നേക്കുന്നത് കേട്ടോ.
പരമാവധി ഇപ്പോൾ നിലവിലെ എയർ ഫിൽറ്റർ പ്ലഗ് ബ്രേക്ക് ഷൂ ഒക്കെ തൽക്കാലം അതുതന്നെ യൂസ് ചെയ്യാം. കാരണം എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്. മാക്സിമം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കത് അടുത്ത പ്രാവശ്യം മാറ്റിയിടുമേ ഒറിജിനൽ മേടിച്ചിടുന്നതാണ് നല്ലത്. കാരണം ഈ എയർ ഫിൽറ്റർ പ്ലഗ് ഒക്കെ വെച്ചിട്ട് വരുന്ന കംപ്ലയിൻസുകൾ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻജിൻ്റെ കറക്റ്റായിട്ടുള്ള ഫയറിങ് ആ സിസ്റ്റം തന്നെ ഓൾറെഡി ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. കാരണം ഈ പേപ്പർ ക്വാളിറ്റിയിലൊക്കെയാണ് ഫിൽറ്ററുമായി ബന്ധപ്പെട്ട അതിൻ്റെ വേരിയേഷൻസ് വരാം. അത് കൂടുതലായിട്ട് ബ്ലോക്ക് വരുമ്പോഴത്തേക്കും കാർബൺ കൂടുതൽ ഹെഡിനകത്ത് കയറും. ആ കാർബൺ ഓൾറെഡി അതിനകത്ത് വർക്ക് നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടൈമിംഗ് ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ രീതിയുടെ സാധാരണ 30,000 കിലോമീറ്ററിലൊക്കെയാണ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടത്. ഇതായിരിക്കും മുമ്പ് തന്നെ കരി പിടിക്കുകയും നമ്മളത് ശ്രദ്ധിക്കില്ല, ഓരോ കംപ്ലയിൻസിലേക്ക് ജനറേറ്റ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് അറിയില്ല എന്ന് മാത്രം. അപ്പം അതൊക്കെ മാറ്റുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിലോ അല്ലെങ്കിൽ അടുത്ത സർവീസിലും ചെക്ക് ചെയ്യുക. കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ മാറ്റിയിടണമായിരിക്കും സേഫ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറായാൽ പോലും നമുക്ക് ഈ പറഞ്ഞാൽ തേയ്മാനം വരാമെന്ന് പറഞ്ഞാൽ ഹബിനും കൂടിയിട്ട് തേയ്മാനം വരുത്തുന്ന മോഡലാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പൊടി കാര്യങ്ങൾ കൂടുതൽ വരും. ബ്രേക്ക് സൗണ്ട്, ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള ഇത് വരാം. അതൊക്കെ ഈ ബ്രേക്ക് ലൈൻഡറുമായി ജനറേറ്റ് ചെയ്ത് വരുന്ന കംപ്ലയിൻറ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്യുക, അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന മോഡലാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് നമ്മൾ ചെയ്യണേ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് ഇന്ന് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറണം. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഈ സൈഡിൽ ക്ലച്ചിൽ വരുന്ന ഈ ക്ലച്ചിനകത്ത് വന്ന ഈ ഓയിൽ സീൽ പറഞ്ഞ് ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സെക്കൻഡറി ഫിൽറ്റർ നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ റബ്ബർ സെറ്റ് മാറ്റുന്നുണ്ട്, ബുഷ് സെറ്റ്. ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് എങ്കിൽ പോലും അത് തൽക്കാലം അങ്ങനെ ആ രീതിയിൽ തന്നെ നിലനിർത്താം. സെൽഫിൻ്റെ പ്രോബ്ലമൊക്കെ കാര്യമായിട്ട് വരുമ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ.